നമസ്കാരം. റെട്രോ 2 ക്ഷമിക്കണം, കിങ്ഡം എന്ന സിനിമ ഇന്ന് റിലീസ് ചെയ്തു. വിജയ് ദേവരക്കൊണ്ടയുടെ ഒരുപാട് നാളുകളായിട്ടുള്ള കാത്തിരിപ്പിന്റെ ചിത്രമാണ്. വിജയ് ദേവരക്കൊണ്ടയുടെ ബോക്സ് ഓഫീസിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 7-8 വർഷമായിട്ട് ഒരു ഹിറ്റ് കിട്ടിയിട്ട് വിജയ് ദേവരക്കൊണ്ട ഹിറ്റിന് വേണ്ടി കൊതിക്കുകയാണ്. എന്തായാലും നമുക്ക് കിങ്ഡം എന്ന സിനിമയുടെ വിശേഷങ്ങളെ കുറിച്ച് പറയാം. ട്രോൾസ് എല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് തന്നെ കടക്കാം. നമുക്ക് ആദ്യം സിനിമയുടെ പോസിറ്റീവ്സ് തന്നെ നമുക്ക് സംസാരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് വിജയ് ദേവരക്കൊണ്ടയുടെ പെർഫോമൻസ് ആണ്. ഞാൻ സിനിമ കണ്ടത് തമിഴിലാണ്, അതുകൊണ്ട് തന്നെ തെലുങ്കിൽ കൃത്യമായി വിജയ് ദേവരക്കൊണ്ടയുടെ മോഡുലേഷനിൽ സിനിമ കാണാൻ സാധിച്ചിട്ടില്ല. കാരണം തെലുങ്ക് മനസ്സിലാവില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. തമിഴിലായാൽ പോലും അദ്ദേഹത്തിൻ്റെ വോയിസ് മോഡുലേഷനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ്. ആൻഡ് വിജയ് ദേവരക്കൊണ്ടയുടെ കരിയർ ബെസ്റ്റ് എന്ന രീതിയിൽ പോലും നമുക്ക് ഇമോഷണൽ ട്രാക്കിൽ, ഞാൻ ആ ഒരു പോർഷനിൽ മാത്രം പറയും, ഇമോഷണലി വിജയ് ദേവരക്കൊണ്ടയുടെ പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ കരിയർ ബെസ്റ്റ് എന്ന രീതിയിൽ തന്നെ നമുക്ക് സംസാരിക്കേണ്ടി വരുന്ന രീതിയിൽ അദ്ദേഹം ഒരു ബഞ്ച് ഓഫ് പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സീൻസ് എടുത്ത് വെക്കാം, പറയാൻ സാധിക്കുന്ന രീതിയിൽ കുറച്ചധികം നല്ല പെർഫോമൻസ് വിജയ് ദേവരക്കൊണ്ടയുടെ ഭാഗത്ത് നിന്നുമുണ്ട്. ആൻഡ് അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റിംഗ് ഫാക്ടറായിട്ട് പറയാനുള്ളത്. കാരണം ഇത് സിനിമ ഷോൾഡർ ചെയ്യുന്നത് വിജയ് ദേവരക്കൊണ്ട തന്നെയാണ്. ഓബ്വിയസ്ലി അത് അദ്ദേഹം നല്ല രീതിക്ക് തൻ്റെ 2 തോളിന്മേലും ആ സിനിമ എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയാം. അതോടൊപ്പം പെർഫോമൻസിൻ്റെ കാര്യം സൂചിപ്പിക്കുമ്പോഴേക്കും അവിടെ തെലുങ്കിൽ പോയി അവിടുത്തെ ഓഡിയോ ലോഞ്ചിൽ അവിടെ പോയി കലക്കിയ ഒരു മലയാളി തിരുവനന്തപുരം പയ്യനുണ്ട്. വെങ്കടേഷ് എന്നാണ് പേര്. ഇവിടെയൊക്കെ നമ്മുടെ റിയാലിറ്റി ഷോസിലൊക്കെ വന്ന് ഇവിടെ മലയാളത്തിൽ തന്നെ കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചു. പക്ഷെ വേണ്ട രീതിയിൽ ഒന്നും ക്ലിക്കായില്ല. നേരെ പോയത് തെലുങ്കിലാണ്. അവിടെ വെങ്കടേഷ് എന്ന നടൻ ചെയ്തു വെച്ചേക്കുന്ന സാധനം ഈ സിനിമയിലുണ്ട്. മാൻ, വാട്ട് എ പെർഫോമൻസ്! അതിഗംഭീര പെർഫോമൻസ് എന്ന് തന്നെ പറയേണ്ടി വരും. അതിഗംഭീരം. എനിക്ക് തോന്നുന്നു തമിഴിലും വെങ്കടേഷ് തന്നെ ഡബ് ചെയ്തതെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ആ ശബ്ദം അദ്ദേഹത്തിന് തന്നെയായിട്ട് തോന്നി. ഫാബുലസ് പെർഫോമൻസ്. കാരണം എന്താ പറയുക, നമുക്ക് ആ സ്ക്രീൻ പ്രസൻസ് വെങ്കടേഷിന് കാണാൻ സാധിക്കും. ഒരു അൾട്രാ ടെറർ വില്ലൻ നല്ല ക്യാരക്ടറൈസേഷൻ വെങ്കടേഷിന് കൊടുത്തിട്ടുണ്ട്. അത് ഓൺ സ്ക്രീനിൽ തീ വാർച്ചിട്ടുണ്ട് പുള്ളി. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഒരു മലയാളി എന്ന രീതിയിൽ അവിടെ പോയിട്ട് സ്ക്രീനിൽ വിജയ് ദേവരക്കൊണ്ടയ്ക്കെതിരെ ആ ഒരു നമ്മൾ കട്ടയ്ക്ക് നിൽക്കുക എന്നൊക്കെ പറയത്തില്ല, അത് നമുക്കൊരു മലയാളി എന്ന രീതിയിൽ, നമ്മളൊരു പ്രേക്ഷകൻ എന്ന രീതിയിൽ ആ സിനിമ കാണുമ്പോൾ, സീൻസ് കാണുമ്പോൾ ഒരുപാട് സന്തോഷം ഉള്ളിൽ വന്നു. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ പ്രോജക്ട്സ് ബ്രോ. അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹോപ്പ് വി മീറ്റ് സൂൺ. അതിഗംഭീരമായിട്ട് തന്നെ വെങ്കടേഷ് കൈകാര്യം ചെയ്തിട്ടുണ്ട് ആ റോള്. അടിപൊളിയായിരുന്നു. എനിക്ക് ഒരുപാട് സീൻസ് ഉണ്ടെന്നേ. അതായത് നമുക്ക് ഈ പെർഫോമൻസുകളുടെ ഗുണം അതാണ്. നമുക്ക് ഈ സിനിമയിൽ ഓരോ മൊമെൻറ്റ്സ് നമുക്ക് പറയാൻ പറ്റും. ഇവരുടെ ഏത് സീൻസാണ് എടുത്തു പറയേണ്ടതെന്ന രീതിയിൽ പെർഫോമൻസിന് വേണ്ടിയിട്ട് ഡയറക്ടർ സീൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തകർക്ക് എന്ന് പറഞ്ഞിട്ട് വിട്ടു കൊടുത്തിട്ടുണ്ട് ആർട്ടിസ്റ്റുകളെ. പക്ഷേ എൻ്റെ കൺട്രോളിൽ നിൽക്കും എന്നുള്ള ഡയറക്ടറിൻ്റെ ആ ഒരു പിടിയും നമുക്ക് ഈ സിനിമയിൽ പലതിലും കാണാൻ കഴിയും. ആൻഡ് പെർഫോമൻസ് വൈസ് എല്ലാവരും അതിഗംഭീരമായിരുന്നു എന്ന് തന്നെ സൂചിപ്പിക്കേണ്ടി വരും. സത്യദേവ് കഞ്ചർണ, അദ്ദേഹത്തെ പറ്റി വീണ്ടും പറയണം. അതിഗംഭീര പെർഫോമൻസ് ആയിരുന്നു. വിജയ് ദേവരക്കൊണ്ടയുടെ ഒരു സഹോദരനായിട്ടാണ് അദ്ദേഹത്തിന് കൊടുത്തേക്കുന്നൊരു എലിവേഷൻ ഉണ്ടെന്ന് ഈ സിനിമയ്ക്ക്. വിജയ് ദേവരക്കൊണ്ടയ്ക്ക് പോലും കിട്ടാത്തൊരു എലിവേഷൻ അദ്ദേഹത്തിന്, ആ ഒരു എലിവേഷൻ ഉണ്ട് പുള്ളിക്ക്. ലൈക്ക് ഇതാരാണ് വരാൻ പോകുന്നത് എന്നുള്ള നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ച് അദ്ദേഹത്തിന് റിവീൽ ചെയ്യുന്ന പോയിന്റ് മുതൽ ത്രൂ ഔട്ട് ദ ഫിലിം അദ്ദേഹത്തിന് കൊണ്ടൊരു സ്പേസ്. ഞാനതാ പറയുന്നത്, ഇതൊരു വിജയ് ദേവരക്കൊണ്ട 1 man ഷോ അല്ല. ഇത് പലർക്കും കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ഡിവൈഡഡ് ആണ്. ഇന്ന പോർഷൻസ് ഇയാൾക്ക് ചെയ്തു വെച്ചോ എന്ന് പറയുന്നതുകൊണ്ട് ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുന്ന ആ ഒരു സ്പേസ് വിത്ത് ഡയറക്ടറിൻ്റെ കാര്യം തന്നെ എടുത്ത് പറയേണ്ടി വരും. ജേഴ്സി ഡയറക്ടറാണ് ഗൗതം തിരുനൂരിക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു ഫാൻ ബേസ് ഉണ്ട്. അതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല, സൗത്ത് ഇന്ത്യയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വിഷന് വേണ്ടിയിട്ടുള്ളൊരു ഫാൻ ബേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ സിനിമയിൽ സംസാരിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിങ്ങിൽ നിന്നും വിപരീതമായിട്ടാണ് ഗൗതമിൻ്റെ സിനിമകളിൽ നിന്നും ഒരു വിപരീതമായ കുറച്ചുകൂടെ ലാർജ് സ്കെയിലുള്ളൊരു സിനിമയാണ്. ആൻഡ് വളരെ രസകരമായിട്ട് തന്നെ രീതിയിൽ ഗൗതം അത് പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. നായിക സാധാരണ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ തന്നെ 2-3 സീനുകൾ എന്നത് മാത്രമേ ഉള്ളൂ. സാധാരണ സിനിമകളിൽ ഒരു പാട്ടുകൂടെ ഉണ്ടാകും, പക്ഷേ ഇത്തവണ അത് ഇല്ല എന്നുള്ളത് മാത്രമാണ് ഒരു പറയാൻ പറ്റുന്ന ഒരു കാര്യം. ഭാഗ്യശ്രീ ബോസയാണ് നായിക എഴുതിയിരിക്കുന്നത്. വലിയ പെർഫോമൻസ് ആയിട്ടുള്ള സീൻസ് ഒന്നും ഇല്ല. ആക്ച്വലി 5-6 സീനുകളുണ്ട്. അതിനകത്തും ഡയലോഗ്സും കുറവാണ്. അതാണ് നായികയെ പറ്റിയുള്ള കാര്യം. പക്ഷേ ഇതിനകത്ത് വന്നിരിക്കുന്ന ഓരോ ആർട്ടിസ്റ്റുകളും, ഞാൻ പറയുന്നത് വളരെ വലിയ സീനുകളല്ലാതെ സാധാരണ ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്നൊക്കെ നമുക്ക് അങ്ങനെ വിളിപ്പേരുള്ള ആർട്ടിസ്റ്റുകൾ പോലും
വളരെ ബ്രില്യൻ്റ്ലി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു റിയാക്ഷൻസ് ആയിക്കോട്ടെ, എക്സ്പ്രഷൻസ് ആയിക്കോട്ടെ, എല്ലാവരും അവരുടേതായ സിനിമ എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്തതുപോലുള്ളൊരു ഫീല് സ്ക്രീനിൽ കിട്ടും. അതായത് ആർട്ടിസ്റ്റുകളുടെ ആ ഒരു പവർ സ്ക്രീനിൽ ഡെലിവർ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് ഓരോരുത്തരുടെയും പെർഫോമൻസ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്. ആൻഡ് ഇതിനകത്ത് നമുക്ക് നെഗറ്റീവ്സ് എന്നൊരു പോർഷനിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ എന്നാൽ പോലും ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴേക്കും സിനിമ ട്രാക്ക് ചെയ്യുന്നതിലൊരു ഫീല് ഉണ്ട്. കാരണം ഫസ്റ്റ് ഹാഫ് വളരെ പേസി ആയിട്ടാണ് പോകുന്നത്. എലിവേഷൻ കൊടുത്ത് ആർട്ടിസ്റ്റുകൾ ബിൽഡ് ചെയ്ത് ക്യാരക്ടർ ആർക്ക് ഫോം ചെയ്ത് ആ കഥയിലേക്ക് പോയി വളരെ രസകരമായ പോക്കാണ്. കാരണം ആ കഥ അങ്ങനെ പറഞ്ഞ് പോകുമ്പോൾ നമ്മളൊരു വഞ്ചിയിലിരിക്കുകയാണ്. നമ്മൾ തുഴയുന്നില്ല. നമ്മൾ ആ കടൽ നമ്മളിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക, ആ തിരമാലകൾ നമ്മളിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് എൻ്റെ ഫസ്റ്റ് ഹാഫ് തോന്നി. കാരണം നമ്മളായിട്ടൊരു എഫേർട്ടും എടുക്കണ്ട, നമ്മളിങ്ങനെ കൊണ്ടുപോകും, ആ കടലിൽ അങ്ങ് കൊണ്ടുപോകും. പക്ഷേ ഇൻ്റർവെൽ വന്നിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴേക്കും നമ്മളും കുറച്ചുകൂടി എക്സ്ട്രാ എഫേർട്ട് ഇടണം. അതായത് ഓക്കെ, ഇത് കുറച്ച് ലാഗ് ആവുന്നുണ്ട്, സോ ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഹോൾഡ് ചെയ്യണം, ഇത് ലാഗ് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം എന്ന് ഓഡിയൻസിനെ കൊണ്ട് ചെയ്യിക്കുന്ന രീതിയിലേക്ക് സെക്കൻഡ് ഹാഫ് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഇതിനകത്ത് സോറി ടു സേ, ഇതിനകത്ത് അൺപോപ്പുലർ ഒപ്പീനിയനായിട്ടൊക്കെ മാറാം. എനിക്കിതിനകത്ത് നെഗറ്റീവായിട്ട് തോന്നിയ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് അനിരുദ്ധാണ്. കാരണം അനിരുദ്ധിൽ നിന്ന് കിട്ടുന്ന പെർഫോമൻസുകളുടെ അളവ് കോലിൽ വെച്ചാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ അനിരുദ്ധ് മോശമാക്കി കളഞ്ഞു എന്നുള്ള ഞാൻ പറയുന്നത്. അനിരുദ്ധ് ഈ സിനിമയ്ക്ക് ആവശ്യമായ രീതിയിൽ ഈ സിനിമ എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അനിരുദ്ധിന് ആ എക്സ്ട്രാ ഫ്ലേവർ, എക്സ്ട്രാ മാജിക് എന്ന് പറയുന്ന ഒരു സംഭവം ഈ സിനിമയിൽ ഇല്ല. ലൈക്ക് ടോട്ടലി ഇല്ല. ഞാൻ അതാണ് പറയുന്നത്. ലൈക്ക് ഇതിപ്പം വേറൊരു മ്യൂസിക് ഡയറക്ടറാണ് ചെയ്തിരുന്നതെങ്കിൽ പോലും ഐ തിങ്ക് ഇറ്റ് വുഡ് ഹാവ് ഫെൽറ്റ് ദ സെയിം. അനിരുദ്ധിൻ്റേതായ ഒരു അനിരുദ്ധ് മാജിക്കോ അനിരുദ്ധിൻ്റേതായ ഒരു വർക്കോ ഈ സിനിമയിൽ ഞാൻ ഉടനീളം നോക്കി കണ്ടില്ല, ഇൻക്ലൂഡിങ് ദ BGM നോക്കി കണ്ടില്ല. അതുകൊണ്ട് അനിരുദ്ധിൻ്റെ വർക്കിൽ എനിക്ക് ചെറിയ നിരാശയുണ്ട്, പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് ഈ സിനിമയെ കുറച്ചുകൂടെ എലിവേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് അനിരുദ്ധിന് മാറ്റാമായിരുന്നു എന്ന് തോന്നിപ്പോയി. കാരണം പല ഹൈ മൊമെൻറ്റ്സും നമുക്ക് കുറച്ചുകൂടെ ഒരു പവർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി. അത് ഷോർട്ട് വൈസ് അല്ല ഞാൻ പറയുന്നത്, BGM വൈസാണ്. അതിനകത്ത് ഒരു ചെറിയ ലാക്ക് തോന്നി എന്നത് എടുത്ത് പറയണം. ഇതിൽ എനിക്കറിയില്ല, ഇതിനകത്ത് ഭിന്നാഭിപ്രായം ഉണ്ടായിരിക്കാം. കാരണം അനിരുദ്ധിന് ഒരു നെഗറ്റീവായിട്ട് ഞാനങ്ങനെ പലരിൽ നിന്നും കേട്ടിട്ടില്ല അഭിപ്രായങ്ങളായിട്ട്. പേഴ്സണൽ തോട്ടാണ്, അങ്ങനെ എടുക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എഡിറ്റിംഗ്, നവീൻ നൂലി നാഷണൽ അവാർഡ് വിന്നറാണ്. നവീൻ നൂലിക്ക് എനിക്കൊന്ന് കുറച്ചുകൂടെ ക്രിസ്പാക്കാമായിരുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ ഒരു ഷാർപ്പായിട്ടൊന്ന് കട്ട് ചെയ്ത് വിട്ടിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി. ഓൾവേസ് ഇസ് ദ ഡയറക്ടേഴ്സ് കോൾ. പക്ഷേ എന്നാൽ പോലും എഡിറ്റിങ്ങിൻ്റെ ഭാഗത്തേക്കും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴേക്കും അത്യാവശ്യം ഒരു ട്രിമ്മിങ് വേണമായിരുന്നു എന്നുള്ള രീതിയിലേക്ക് തോന്നിപ്പോയി. അതാണ് എനിക്കൊരു എന്താ പറയുക ബിഹൈൻഡ് ദ ക്യാമറ വർക്ക്സിൽ തോന്നിപ്പോയത്. ആൻഡ് ആർട്ട് വർക്ക് എന്താ പറയുക ഭയങ്കര ഗംഭീരമായിരുന്നു. പ്രൊഡക്ഷൻ ക്വാളിറ്റിയും അതീവ രസമായിരുന്നു. ആർട്ട് വർക്കും പ്രൊഡക്ഷൻ ക്വാളിറ്റിയും എല്ലാം അതെല്ലാം വളരെ രസകരമായിട്ട് തന്നെ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അവർ ആ ഒരു ശ്രീലങ്ക കാണിക്കുന്ന പോർഷൻസ് ആയിക്കോട്ടെ, ആ പോർഷൻസൊക്കെ തന്നെ വളരെ രസകരമായിട്ട് തന്നെ രീതിയിൽ അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ലോകത്തേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് തന്നെയാണ് ആ സിനിമ കൊണ്ടെത്തിച്ചിട്ടുമുള്ളത്. ആകെ എനിക്ക് ഇതിനകത്തൊരു എന്താ പറയുക ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് തോട്ട് എന്ന് പറയുന്നത്, ഈ സിനിമയ്ക്ക് ഇതിനകത്ത് ഇനിയും ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഇതിനകത്ത് ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അത് കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിരുന്നെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഒരു പക്ക മാസ് പടം കിട്ടിയേനെ. പക്ഷേ ഇതൊരു ത്രൂ ഔട്ട് മാസ് പടമല്ല, ഇതൊരു വളരെ എൻഗേജിങ് ഇമോഷണൽ ഡ്രാമ സിനിമയാണ്. ഇതൊരു പക്ക ഡ്രാമ സിനിമയാണ്. അതായത് സഹോദര പാസമൊക്കെ നിറച്ചുകൊണ്ടുള്ളൊരു സിനിമയാണ്. പക്ഷേ എനിക്ക് ഈ പാസം ലെവൽ ആ ഒരു സംഭവം അടിച്ചില്ല. എനിക്കറിയില്ല ഇത് OTT-യിലേക്ക് വരുമ്പോഴേക്കും ഇത് മാറുമെന്ന് അറിയില്ല. കാരണം അങ്ങനെയാണ് ചരിത്രങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. തിയേറ്ററിൽ ഇതൊരു പാസം ലെവൽ രീതിയിലേക്ക് മാറിയിട്ടില്ല. അത്യാവശ്യം നല്ല മീറ്ററിൽ ഈ സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നുണ്ട്. ആ കഥ പറച്ചിലിൽ കുറച്ചുകൂടി ഹൈ മൊമെൻറ്റ്സ് കിട്ടാവുന്നൊരു സ്പേസ് ഉണ്ടായിരുന്നു. അത് അൺഎക്സ്പ്ലോർഡ് ആയിട്ട് വിട്ടതുപോലെ തോന്നി. കൂടുതൽ ഗൗതം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഡീപ്പ് ഡൗൺ, നമുക്ക് ഗ്രൗണ്ടഡായി നിൽക്കാം. വളരെ ഗ്രൗണ്ടഡായിട്ട് നിന്നുകൊണ്ട് വിജയ് ദേവരക്കൊണ്ടെ പോലെ ഒരു മാസ് ഹീറോ വന്നു കഴിഞ്ഞാൽ അതിനാവശ്യമായ എലിവേഷൻ മാത്രം മതി, അല്ലാതെ ഒരു ഗിമ്മിക്കും വേണ്ട എന്നുള്ളത് ഗൗതമിൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആയിരിക്കാം. പക്ഷേ അത് തിയേറ്ററിലേക്ക് വരുമ്പോഴേക്കും കുറച്ചുകൂടെ ഒന്ന് ഹൈ മൊമെൻറ്റ് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ, കാരണം ഇവിടെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് തോട്ട് പ്രേക്ഷകരുടെ ഉള്ളിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന രീതിയിൽ സ്ക്രീൻ പ്ലേയിൽ ആ സ്പേസ് ഉണ്ടായിട്ട് പോലും അത് എക്സ്പ്ലോർ ചെയ്യാതെ എന്തുകൊണ്ട് വിട്ടുപോയി എന്നൊരു വലിയ നിരാശ ഉണ്ട്. പക്ഷേ എന്നാൽ പോലും ഈ കഥ പറച്ചിലിൽ ഇതിൻ്റെ ഫ്ലോയിൽ വളരെ രസകരമായിട്ട് തന്നെ ആ സ്ക്രീൻ പ്ലേ ബിൽഡ് ചെയ്തിട്ടുണ്ട്.
ടു ബി ഓണസ്റ്റ്. അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് സിനിമാറ്റോഗ്രാഫേഴ്സായിട്ട് 2 മലയാളികൾ, ഗിരീഷ് ഗംഗാധർ, ജോമോണ്ടി ജോൺ, അടിപൊളി വർക്ക്. വിഷ്വലിൽ നമ്മളങ്ങ് ലയിച്ചു. അതിപ്പോൾ നമ്മൾ ചേസ് സീക്വൻസ് ആയിക്കോട്ടെ, അല്ലാതെ സാധാരണ ഒരു വൈറ്റ് ഫ്രെയിമിൽ നമ്മൾ ആ കടപ്പുറത്ത് നിൽക്കുന്നത് തൊട്ട് നമ്മൾ ആ ലോകത്താണ്. അതിനകത്ത് നമ്മൾ ഇറങ്ങി പോരുന്നില്ല അവസാന നിമിഷം വരെ. 2 മണിക്കൂർ 40 മിനിറ്റോളം സിനിമയുണ്ട്. സെക്കൻഡ് ഹാഫിൽ അനുഭവപ്പെടുന്ന കുറച്ച് ലാഗ് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ നമ്മൾ ലാഗ് അടുപ്പിച്ച് ബോറടിപ്പിക്കുന്ന പടവുമല്ല. അങ്ങനെ ആകെ മൊത്തത്തിൽ കിങ്ഡം എന്ന് പറയുന്ന ഒരു സിനിമ വിജയ് ദേവരക്കൊണ്ട ഹിറ്റ് ചാർട്ടിലേക്ക് മാറുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഈ ഒരു മാസി സിനിമയല്ല ഇത്, ഒരു വളരെ ഡ്രാമയായിട്ടുള്ള ഇമോഷണൽ സിനിമയാണ്. അത് ഒരു ഹ്യൂജ് നമ്പേഴ്സ് കളക്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് മാത്രം മാറുന്ന ഒരു ജോണറാണോ എന്നുള്ള ചോദ്യത്തിന് ഡിബേറ്റബിൾ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് മാത്രമാണ് ഞാനൊരു ഹിറ്റ് ചാർട്ടിലേക്കാണ് വിജയ് ദേവരക്കൊണ്ട എന്നുള്ളത് നേരത്തെ ഇപ്പോഴേ പ്രെഡിക്റ്റ് ചെയ്യാത്തത്. ബട്ട് കിങ്ഡം ഇസ് എ തിയേറ്റർ വാച്ച് ഫിലിം. അത്യാവശ്യം നല്ല മൊമെൻറ്റ്സ് ഉള്ള, വിജയ് ദേവരക്കൊണ്ടയുടെ ഗംഭീര പെർഫോമൻസുകളുള്ള, വെങ്കടേഷിൻ്റെ അതിഗംഭീര പെർഫോമൻസ് ഉള്ള സിനിമയാണ് കിങ്ഡം. സോ വിജയ് ദേവരക്കൊണ്ടയ്ക്ക് കുറച്ച് നാളുകളായിട്ട് നിൽക്കുന്ന ഒരു മാൻഡ്രേക്ക് ബോക്സ് ഓഫീസ് കാര്യങ്ങളൊക്കെ ഇതിൽ മാറ്റി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ വലിയ രീതിയിലുണ്ട്. സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഏതെങ്കിലും പോർഷനിൽ എൻ്റെതിൽ ഒരു ഭിന്നാഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.